ധന്യ, ഹണി റോസിനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് ആളുകളാണ് രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ഇവർക്ക് വേണ്ടിയുള്ള പിന്തുണയുടെ മുറകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിനിടയിൽ അതാ ഫറ ഷിബില എന്ന് പറഞ്ഞൊരു സ്ത്രീ രംഗത്ത് വന്നിരിക്കുന്നത് ഇവർക്കെതിരെ, ഹണി റോസിനെതിരെ ഒരു പോസ്റ്റ് വിട്ടിരിക്കുന്നത്. എന്താണ് അതിൽ പറയുന്നത്? ഹണി റോസ് വിഷയം ഇപ്പോൾ വളരെ ചർച്ചയാവുകയാണ്. ഒരു നടിയാണവർ. സൗത്ത് ഇന്ത്യയിലും മലയാളത്തിലും ഒക്കെ നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു നടി. ഇപ്പുറത്ത് അവർ പരാതി കൊടുത്തത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വലിയൊരു വ്യവസായിക്കെതിരെയാണ്. ബോബി ചെമ്മണ്ണൂർ പറയുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ഡബിൾ മീനിങ്ങുകൾ, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പല ഇൻ്റർവ്യൂകളും പലപ്പോഴും ചിലപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള തരത്തിലാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ സംസാരമൊക്കെ. അത് അയാളുടെ ശൈലിയാണ്. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നോ ഇല്ലയോ എന്നൊന്നും പലപ്പോഴും ബോബി ചെമ്മണ്ണൂർ നോക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അയാളുടെ ശൈലിയിൽ അയാൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഈ കുന്തി ദേവി എന്നൊരു പ്രയോഗം ഒരു പരിപാടിക്കിടയിൽ ഹണി റോസിനെതിരെ നടത്തി. അതിൽ ഒരുപാട് തവണ വിളിച്ചവർ രണ്ടാമത് അവരെ പരിപാടിക്ക് ക്ഷണിച്ചപ്പോഴൊക്കെ ഹണി റോസ് നിങ്ങൾ അക്കാര്യത്തിൽ എന്നോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം അത് എന്നെയും എൻ്റെ കുടുംബത്തെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത്തരം പ്രയോഗങ്ങൾ, അതുകൊണ്ട് തീർച്ചയായും നിങ്ങളതിലൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞപ്പോഴും അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് പോയത് എന്നാണ് ഹണി റോസ് പറയുന്നത്. അപ്പോൾ അതിനുശേഷമാണ് സമൂഹ മാധ്യമങ്ങളിൽ വളരെ മോശമായി തനിക്കെതിരെ വലിയ രീതിയിലുള്ള കമൻറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ വീഡിയോ തന്നെ പലരും എടുത്ത് ഷെയർ ചെയ്ത് വളരെ മോശം രീതിയിൽ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹണി റോസ് ഇപ്പോൾ പരാതി കൊടുത്തത്. എന്തായാലും പോലീസിൻ്റെ ശുഷ്കാന്തിയെ നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ ഈ സമയത്ത്. കാരണം സിദ്ദിഖിനെയൊക്കെ ഒരു കാലത്തും പിടികിട്ടാതെ ഓടി നടന്നിട്ടും സിദ്ദിഖിനെ ഒന്നും ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ട് പിടിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ കേരള പോലീസിനെ അഭിനന്ദിച്ചേ മതിയാവൂ. ഹണി റോസ് പരാതി കൊടുത്ത് 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപേ വയനാട് 1000 ഏക്കർ റിസോർട്ടിൽ നിന്ന് ബോച്ചയെ പിടിച്ച ആ ഒരു മനസ്സ്, ആ ഒരു നിയമം കൃത്യമായി നടപ്പിലാക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ്, അത് നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ്. മുകേഷിൻ്റെ കാര്യത്തിലും സിദ്ദിഖിൻ്റെ കാര്യത്തിലും ഒന്നും കേരള പോലീസ് കാണിച്ച ആ ഒരു എന്താ പറയുക, ആ ഒരു നിഷ്ക്രിയത്വം ഇതിൽ കാണിച്ചില്ല. ഇതിൽ കൃത്യമായ ഹണി റോസിൻ്റെ നടപടിയിൽ ഇപ്പോൾ ആളുകൾക്കെതിരെ പരാതി സ്വീകരിക്കുന്നു. ഉടൻ തന്നെ അവർ അറസ്റ്റിലാകുന്നു. അവർക്കെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. നമ്മളിപ്പോഴും പറയുന്നു, മീഡിയ മലയാളം ഇപ്പോഴും പറയുന്നു, ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് തെറ്റ് തന്നെയാണ്, അത് ന്യായീകരിക്കില്ല. ദ്വയാർത്ഥ പ്രയോഗത്തിൽ ഒരു സ്ത്രീക്ക് ഏത് വസ്ത്രം ധരിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ നടക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എന്താണ് അവർ ചെയ്യേണ്ടത്, അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിൽ മറ്റൊരാൾ കൈകടത്തേണ്ട ഒരു ആവശ്യകതയും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഗൗതം ചോദിച്ചത് ഫറ ഷിബില എന്ന് പറയുന്ന ഒരു നായികയാണ്, സിനിമയിലെ നായികയാണ്. അവർ ആസിഫ് അലിയുടെ നായികയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അത് ആസിഫ് അലിയുടെ നായികയായിട്ടല്ല, മറ്റൊരാളിന്റെ നായികയായി ആ സിനിമയിലെ നായിക അവരായിരുന്നു എന്നുള്ളതാണ്. അവർ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: ആൺനോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ബുദ്ധിപരമായി ഉപയോഗിച്ചു. ഇങ്ങനെയാണ് അവർ വിമർശിക്കുന്നത്. അതായത് അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ അവർ പറയുന്നത്, ഒരു വലിയ ദീർഘമായ ഒരു പോസ്റ്റാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. സൈബർ ബുള്ളിംഗ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. അതിനെതിരായി ഹണി റോസ് നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ആരംഭിക്കുന്നത് തന്നെ. എൻ്റെ മേഖല ഇതായതുകൊണ്ട് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു, ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു. അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങൾ എന്ന് തോന്നുന്നില്ല. ഹണി റോസ് വളരെ ബുദ്ധിപരമായി ആൺനോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഫറ ഷിബില പറയുന്നത്. വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തൻ്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് ഹണി റോസ് നൽകുന്നതെന്നാണ് ഷിബില ഉന്നയിക്കുന്ന ചോദ്യം. സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷുവലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കുമെന്നും ഷിബില പറയുന്നു. മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് എങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിലുണ്ടോ? ഒരു സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു. ഒരുപക്ഷെ അവർ കോൺഷ്യസ് ആയി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തതായിരിക്കില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടും ഉണ്ടാവില്ല. സർവൈവലാണ് അവർക്ക് ഉദ്ഘാടന പരിപാടികളെന്നും മനസ്സിലാക്കുന്നു. ഉദ്ദേശത്തെക്കാൾ അത് നൽകുന്ന സ്വാധീനം പ്രധാനമാണ്, ശരിയാണോ എന്നും പോസ്റ്റിലുണ്ട്.
കൃത്യമായി കാര്യങ്ങൾ ഇത് നമ്മൾ പറയുന്നതല്ല, ഫറാസ് ഷിബില അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റാണ്. ആ പോസ്റ്റിലാണ് അവർ പറയുന്നത്, നോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഹണി റോസ് ബുദ്ധിപരമായി ഉപയോഗിച്ചു എന്ന്. അപ്പോൾ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെയൊക്കെ കുറിച്ച് വളരെ മോശമായി പലരും വിമർശിക്കുന്നുണ്ട്, വിമർശിച്ചിരുന്നവരുമുണ്ട്. ഇപ്പൊ ചിലപ്പോൾ ഭയന്നുകൊണ്ട് പോലീസ് കേസ് എടുക്കുമോ എന്ന് ഭയന്നുകൊണ്ട് പലരും പ്രതികരിക്കുന്നില്ല എന്നുള്ളതായിരിക്കാം. പക്ഷേ ഈ പറയുന്നത് പോലെ അതിൽ ഈ ഷിബില പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടല്ലോ, റീഷെയറിങ്ങിനെ കുറിച്ച്. ഇവരുടെ തന്നെ വൾഗറായിട്ടുള്ള വീഡിയോസ് റീഷെയറിങ് ചെയ്യുന്നതിലൂടെ എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. അതായത് ഗൗതം, കാണുക, നിങ്ങൾ മിണ്ടാതെ പോകുക. ഞാൻ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നു, നിങ്ങൾക്ക് അതിൽ അഭിപ്രായം പറയാനുള്ള ഒരു യോഗ്യതയുമില്ല. ഇനി നിങ്ങൾക്ക് അഭിപ്രായം പറയണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾ അത് മാന്യമായി കൈകാര്യം ചെയ്യുക, മാന്യമായ അഭിപ്രായം പറയുക. അല്ലാണ്ട് മോശമായ രീതിയിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരരുത്. അങ്ങനെ അവർ ചിന്തിക്കുന്നു എങ്കിൽ അവർ ആ പോസ്റ്റ് റീഷെയർ ചെയ്യാൻ പാടില്ല. കാരണം മനുഷ്യൻ പല വിധത്തിലാണ് ചിന്തിക്കുന്നത്. എല്ലാവരും നമ്മൾ പറയുന്നത് പോലെ ചിന്തിക്കണമെന്നില്ല. ഇപ്പം നമ്മളൊരു വാർത്ത ചെയ്യുമ്പോൾ ആ വാർത്ത ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ആ മികച്ച രീതി പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർ നമ്മുടെ രാഷ്ട്രീയപരമായി അവഹേളിക്കും, ചിലർ നമ്മുടെ ശാരീരികമായി അവഹേളിക്കും, ചിലർ നമ്മളെ മാനസികമായി അവഹേളിക്കും. അപ്പോൾ പലതരത്തിലാണ് ഓരോ മനുഷ്യരും ഓരോ രീതിയെ കാണുന്നത്. ഇപ്പോൾ ഞാനൊരു വാർത്ത ചെയ്തപ്പോൾ എൻ്റെ ബ്രേസിയറിൻ്റെ ഒരു ഭാഗം പുറത്ത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ്, അങ്ങനെ ഒരു കമൻറ്റ് വന്നു. എൻ്റെ കഴുത്തിൻ്റെ ഭാഗം കണ്ടപ്പോൾ എൻ്റെ കഴുത്തിൽ ഉമ്മ വയ്ക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു കമൻറ്റ് വന്നു. ശരിയാണ്, നമ്മൾ ഇതിനൊക്കെ നമുക്ക് പ്രതികരിക്കാൻ പോകാൻ കഴിയില്ല. കാരണം ആളുകൾ ചിന്തിക്കുന്ന എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പലതും വിടേണ്ട ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും നമുക്ക് പ്രതികരിക്കണമെന്നുണ്ട്. പിന്നെ നമ്മൾ കരുതും എന്തോ ആയിക്കൊണ്ട് പോട്ടെ. ഇപ്പം നമ്മുടെ മൂക്കിന് താഴെ ഒരു കറുത്ത മറുക് വരുന്നത്, അത് കാമം കൂടുതലുള്ളത് കൊണ്ടാണ് എൻ്റെ മൂക്കിന് താഴെ കറുത്ത മറുക് എന്നാണ് ഒരു കമൻറ്റിൽ നിന്ന് സ്ഥിരമായി എനിക്ക് വരുന്ന ഒരു കമൻറ്റ്, ഒരു ഐഡിയയിൽ നിന്ന്. ഇത് ഞാൻ ജനിച്ചപ്പോഴേ ഉണ്ടായതാണ്. ഞാൻ ജനിച്ചപ്പോഴേ എനിക്ക് അറിയില്ലല്ലോ, ഞാനിത് വച്ച് കെട്ടിയതല്ല. എൻ്റെ അമ്മ പ്രസവിച്ചപ്പോൾ മുതൽ എൻ്റെ മൂക്കിന് താഴെ ഉള്ള സാധനമാണ് ഈ മറുകെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ വെടിയെന്നും ചരക്കെന്നും പീസെന്നും ഇവക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ലേ എന്നും ചോദിച്ചുകൊണ്ട് എന്തിനേറെ പറയുന്നത്, നമ്മൾ മാന്യമായാണ് വസ്ത്രം ധരിക്കുന്നത്, നമ്മൾ വൾഗറായി നമ്മുടെ ശരീരഭാഷ കൊണ്ടോ നമ്മുടെ വർത്തമാനം കൊണ്ടോ ഒരു തരത്തിലും ആളുകളെ പ്രകോപിപ്പിക്കുന്നില്ല. ആളുകളുടെ ഒരു നോട്ടങ്ങളെ പോലും നമ്മൾ അത്രയും നമുക്ക് കംഫർട്ടായ രീതിയിലാണ് നമ്മൾ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് വാർത്ത ചെയ്യുന്നത്. എന്നിട്ട് പോലും നമ്മളെ വിമർശിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അതിനപ്പുറം വസ്ത്രം ധരിച്ചുകൊണ്ട് ഇപ്പം ഇങ്ങനെ എത്തിയാൽ മാത്രമേ ഇപ്പോൾ ഒരു ഉദ്ഘാടനം നടക്കൂ എന്നെന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? ഇപ്പോൾ മഞ്ജു വാര്യർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മയിൽ അതില്ല. ശരി, ഉണ്ടോ ഇല്ലയോ? സിനിമാ നടിമാർ, എത്രയോ നടിമാർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് കണ്ടിട്ടുണ്ട്. ശരീരം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആളുകൾ വരുന്നത്. അല്ലേ? സത്യമാണ്, യാഥാർത്ഥ്യമാണ്. കാരണം ആസ്വദിക്കട്ടെ, ശരീരം ആസ്വദിക്കട്ടെ, നല്ല രീതിയിൽ ആസ്വദിക്കട്ടെ, അതിൽ തെറ്റില്ല. തെറ്റില്ല. പക്ഷേ നമ്മളൊരു ഇപ്പോൾ ഗൗതം എന്നെ വളരെ മോശമായി ഈ സെക്ഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ വളരെ മോശമായി എന്നെ ഒന്ന് നോക്കുകയോ അല്ലെങ്കിൽ എന്നോട് ദ്വയാർത്ഥ പ്രയോഗത്തിൽ ഒന്ന് സംസാരിക്കുകയോ ചെയ്താൽ, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ്. അപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ അത് പ്രതികരിക്കണം, അല്ലേ? ഞാൻ അവരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഗൗതമിനെ പിന്നീട് മാറ്റി നിർത്തിയിട്ട് ഗൗതം ആ പറഞ്ഞത് ശരിയായില്ല, ഗൗതം അത് തിരുത്തണം എന്ന് പറയുമ്പോൾ ഗൗതം ആദ്യം അത് കേൾക്കില്ല. രണ്ടാമത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഒരുപാട് നാളത് കാത്തിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. പിറ്റേ ദിവസം തന്നെ ഈ ആളുടെ ഭാഗത്തു നിന്ന് എനിക്ക് വളരെ മോശമായ രീതിയിൽ എനിക്ക് പ്രതികരണം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ ഇയാൾക്കെതിരെ പരാതി. ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറേ നാളുകളായി. നമ്മളിപ്പോഴും ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കുന്നില്ല. അയാൾ ഒരു സ്ത്രീകളോടും മോശമായി പറയുന്നത് താൻ ചെയ്തത് തെറ്റാണെന്ന് ബോബി സമ്മതിച്ചിട്ടുണ്ട്. മാപ്പ് പറയുന്നുണ്ട്. അതിനെ നമ്മൾ അംഗീകരിക്കുക തന്നെ, തീർച്ചയായിട്ടും അത് അംഗീകരിക്കുക തന്നെ വേണം. എന്തായാലും സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ. അതിൽ ഈ പറയുന്നത് പോലെ ഷിബിലയ്ക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഷിബിലയെ ഒരുപാട് പേര് ഇപ്പൊ ആക്രമിക്കുന്നതാണ്. എന്തിനാണ് ഷിബിലയ്ക്ക് പറയാനുള്ള? കാരണം ഇതിൽ ഷിബില ഉന്നയിക്കുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷുവലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ
അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കും. തീർച്ചയായിട്ടും. കാരണം സ്ത്രീ എന്ന് പറയുന്നത് ഒരു ശരീരം മാത്രമാണ് എന്ന രീതിയിലുള്ള ഒരു ധാരണ പല ആളുകൾക്കും ഉണ്ട്. അപ്പം പല ആളുകളും ഈ രീതിയിൽ ശരീരം മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ സ്ത്രീ ജസ്റ്റ് ശരീരമാണ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയിൽ മാത്രമാണ് ഒതുങ്ങുന്നത്. അവൾക്ക് മറ്റ് കഴിവുകളൊന്നുമില്ല. അവൾ ജസ്റ്റ് ശരീരം മാത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു ആളാണ് എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് പല ആളുകളും നൽകുന്നുണ്ട്. അതിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഷിബില അതെ, തീർച്ചയായിട്ടും ഷിബിലയുടെ വാക്കുകൾ പറയാനുള്ള സ്വാതന്ത്ര്യമാണ്. എന്തായാലും തെറ്റും ശരിയും രണ്ടുമുണ്ട്. രണ്ട് ഭാഗത്തും തെറ്റുകളുണ്ട്, രണ്ട് ഭാഗത്തും ശരികളുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. ആരും 100% പെർഫെക്റ്റ് അല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ നന്ന്.